കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ആലപ്പുഴയിൽ LDF പ്രതിഷേധം. ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് LDF നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അധ്യക്ഷനായി. LDF ജില്ലാ കൺവീനർ R നാസർ, VT ജോസഫ്, തോമസ് K തോമസ് MLA, I ശിഹാബുദ്ദീൻ, അഡ്വക്കേറ്റ് ഉമ്മൻ ആലുമുട്ടിൽ, സാദിഖ് M മാഖിയിൽ, നിസാമുദ്ദീൻ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡ് പുതിയതല്ല. കഴിഞ്ഞ 4-5 മാസത്തിലേറെ കാലമായി കേന്ദ്ര സർക്കാരിനോട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പം റവന്യൂ മന്ത്രിയും അതുപോലെ നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളും ഭരണാധികാരികളും ജനങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അങ്ങേയറ്റം ദുഃഖത്തിലാക്കിയ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് സംഭവിച്ചിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം തരണം, അവരെ പുനരധിവസിപ്പിക്കണം, അവശേഷിക്കുന്ന ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് സാധിക്കണം. അതിനാവശ്യമായിട്ടുള്ള നിയമം അനുവദിക്കുന്ന ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യം നൽകിയേ മതിയാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ടു സംസാരിച്ചു. റവന്യൂ മന്ത്രി പലതവണ ആഭ്യന്തര മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, മെമ്മോറാണ്ടം അയച്ചതിന് കണക്കില്ല. ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ, ഒരുപക്ഷെ ചെയ്യാവുന്നതിന്റെ അപ്പുറത്തും കാര്യങ്ങൾ ചെയ്തതിനു ശേഷവും കണ്ണിന് ചോരയില്ലാത്ത സമീപനവുമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിച്ച് കേരളത്തെ സാമ്പത്തികമായി ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ നമ്മൾ ഇവിടെ കേരളത്തിൽ സംഘടിപ്പിച്ചത്.